ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ അവർ വേൾഡ് ഇൻ യൂട്യൂബ്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്ന ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പിസ്സ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അത് നമ്മൾ ബ്രെഡ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. വളരെ ഈസിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാൻ മൊസറല്ല ചീസ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് എയർ ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് ബ്രെഡ് കൊണ്ടാണല്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ബ്രെഡ് എടുത്തിട്ടുണ്ട്. സൈഡ്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ മുട്ടയിൽ പാൽ ചേർത്തിട്ട് അല്ലെങ്കിൽ വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പിസ്സ സോസാണ്. പിസ്സ സോസ് ഇല്ലെങ്കിൽ നമുക്ക് ടൊമാറ്റോ കെച്ചപ്പിലും കുറച്ച് ചില്ലി ഫ്ലേക്സും ഒറിഗാനോ ഇട്ട് കൊടുത്താലും മതി. പിന്നെ ക്യാരറ്റ് ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ അല്ലെങ്കിൽ ബീഫ് എടുക്കാം, ബീഫ് ഇല്ലെങ്കിൽ മട്ടൺ എടുക്കാം, അല്ലെങ്കിൽ നോൺ വെജ് ആക്കാം. അപ്പോൾ ഇതുപോലെ പിച്ചിട്ട് ചെറിയ ചെറിയ പീസസ് ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും എടുക്കാം. പിന്നെ ഓനിയൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെറു പീസ് എടുക്കാം. ഇതിനായിട്ട് നമുക്കൊരു പാന് വെച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ബട്ടർ നല്ലപോലെ ഒന്ന് ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളെ ബ്രെഡും ഈ മുട്ടയുടെ മിക്സിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് നമ്മുടെ പാനിലേക്ക് റൗണ്ട് ഷേപ്പാക്കിയിട്ട് എടുക്കണം. നല്ല റൗണ്ട് ഷേപ്പാക്കി കിട്ടണം. ഇതേപോലെ എല്ലായിടത്തും റൗണ്ട് ഷേപ്പിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ വെക്കുന്ന സമയം ഞാൻ സ്റ്റവ് ഓഫാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരേപോലെ റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് നമ്മുടെ സ്പാച്ചില കൊണ്ട് നല്ലപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഷേപ്പൊക്കെ ആക്കി കൊടുക്കാം. നമുക്കിത് 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് ഇതൊന്ന് ആ ബ്രെഡ് നമുക്ക് കുക്കായി വരെ വെയിറ്റ് ചെയ്യാം. ഇത് ലോ ഫ്ലെയിമിലാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കരിഞ്ഞു പോകുന്നത്. ഇപ്പോൾ 2 മിനിറ്റ് അത് മതി. അപ്പോൾ അതുപോലെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്ലെയിം ഓഫാക്കിയിട്ടാണ്. ഇതിലേക്ക് നമുക്ക് പിസ്സ സോസ് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സോസ് നല്ലപോലെ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മൊസറല്ല ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് കുറച്ച് ആഡ് ചെയ്താലും മതി. ബാക്കി നമുക്ക് ലാസ്റ്റ് ആഡ് ചെയ്യണം. പിന്നെ കുറച്ച് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് എല്ലാ സൈഡ്സിലും, പിന്നെ ഒനിയൻ എല്ലാ സൈഡ്സിലും ഇതുപോലെ ഒന്ന് കയ്യിൽ വെച്ചിട്ട് തിരുമ്പി കൊടുത്തിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ചിക്കൻ, പിന്നെ ക്യാപ്സിക്കം കളർഫുൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും. അതിലേക്ക് നമുക്ക് ഒറിഗാനോ ആഡ് ചെയ്ത് കൊടുക്കാം. ഒറിഗാനോ ആണ് ഇതിന് ടേസ്റ്റ് കിട്ടുന്നത്. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും ആഡ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റായിട്ട് ചെയ്യുന്നത് നമ്മളെ ബാക്കിയുള്ള മൊസറല്ല ചീസും ഇതേപോലെ തന്നെ ലാസ്റ്റിൽ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. ഇതാണ് ഈ ഒരു പിസ്സയുടെ പറയുന്നത്. പിസ്സയ്ക്കുള്ള ഏറ്റവും കൂടുതൽ സാധനം നമ്മൾ ചീസാണ് വേണ്ടിയത്. നമുക്കിത് മൂടി വെച്ചിട്ട് 25 മിനിറ്റെങ്കിലും വെയിറ്റ് ചെയ്യാം. 25 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയിട്ടുണ്ട്. ഇത് തുറന്ന് നോക്കി നോക്കാം. അപ്പോൾ നല്ലപോലെ ചീസൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. നമുക്ക് പ്ലേറ്റിലോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനത് കട്ട് ചെയ്തെടുത്തു. ഒരു സ്റ്റിക്കി പോലെ ആയിട്ടുണ്ടായിരുന്നു. ക്യാമറയിൽ അത് കാണാത്തതാണ്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നല്ലപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബ്രെഡ് കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്, ഓവനല്ല. വളരെ സിമ്പിളാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇതാണ് അതിൻ്റെ പരുവം. അപ്പോൾ നിങ്ങൾക്ക് പിസ്സ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.
ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.